Hello guys. അപ്പം ആഫ്റ്റർ ലോങ് ടൈം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ കുറേ ദിവസമായിട്ട് ഷോർട്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ലോങ് വീഡിയോ ചെയ്യാനൊന്നും ടൈമില്ലായിരുന്നു. നമുക്ക് കുറച്ച് ഓണപരിപാടിയും ഇന്റേണൽ എക്സാംസും അങ്ങനെയൊക്കെ ആയിട്ട് ടൈമില്ലായിരുന്നു. പക്ഷേ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ എടുത്തു വെക്കണം എന്ന് വിചാരിച്ചൊരു വീഡിയോ ഉണ്ടായിരുന്നു. അത് ഞാൻ എടുത്തു വെച്ചായിരുന്നു സത്യം പറഞ്ഞാൽ. പക്ഷെ അത് അറിയാതെ സ്പേസ് നിന്നപ്പോൾ ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ ആ വീഡിയോ എനിക്ക് വീണ്ടും എടുക്കേണ്ടി വരികയാണ്. ആൻഡ് ആ വീഡിയോ വേറെ ഒന്നുമല്ല, നിങ്ങൾ പലരും കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ട്, പിന്നെ ഇൻസ്റ്റയിൽ മെസ്സേജ് DM ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് ഫസ്റ്റ് ഇയർ പാസ്സാവുന്നത്, അല്ലെങ്കിൽ ചേച്ചി എനിക്ക് പാസ്സാവും. പലരും ചോദിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ചേച്ചി എനിക്ക് പാസ്സാവാൻ പറ്റുമോ ഫസ്റ്റ് ഇയർ, ഇപ്പം കയറിയിട്ട് പോലും ഇല്ല, എന്നാലും എല്ലാവർക്കും ആ ടെൻഷൻ അടിച്ചു തുടങ്ങി കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മളൊരു ചെറിയ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ലാസ്റ്റ് വരെ കണ്ടു നോക്കുക. ഞാൻ ഉറപ്പ് പറയാണ്, ഇത് ചെറിയൊരു വീഡിയോ ആണ്, നിങ്ങൾക്ക് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ശരി, ഇനി നമുക്ക് അധികം ഇൻട്രൊഡക്ഷൻ പറയാതെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ആദ്യം തന്നെ എന്താന്ന് വെച്ചാൽ, ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയർ എങ്ങനെ പാസ്സാവാം, ഫസ്റ്റ് ഇയർ എങ്ങനെ ഒരു സബ്ജക്റ്റ് പോലും പോവാതെ പാസ്സാവാം എന്നുള്ളൊരു വീഡിയോ ആണ്. അതായത് 8 ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 100 പേരാണ് ഒരു ബാച്ചിലെങ്കിൽ 20 പേരെങ്കിലും അധികം ഒരു കോളേജിൽ 20% ആദ്യത്തെ വാർഷിക എക്സാം എഴുതുമ്പോൾ ഫെയിലാവാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ആ 20% നിങ്ങൾ പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഈ വീഡിയോ. ആൻഡ് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ഇയർ അത്ര പഠിച്ചൊന്നുമില്ല. ഞാൻ പറഞ്ഞിട്ട് മുന്നേ ഉള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അത്ര പഠിച്ചിട്ടില്ല. ഇത് പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പഠിക്കാത്തതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം. ഇങ്ങനെ ലാസ്റ്റ് ഞാൻ കഷ്ടപ്പെട്ടിരുന്ന പഠിച്ചത്. അപ്പോൾ എനിക്കറിയാം എങ്ങനെ പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ എളുപ്പമായേനെ, അല്ലെങ്കിൽ എനിക്ക് പറ്റിയ കറക്റ്റ് തെറ്റുകൾ എന്തൊക്കെയാണ്, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണം എന്ന് എനിക്ക് ചെറുതായിട്ടൊക്കെ ഗൈഡ് ചെയ്ത് തരാൻ പറ്റും. അപ്പോൾ അതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് തന്നെ നമുക്ക് സബ്ജക്ട്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമുക്ക് അനാറ്റമി ഉണ്ടാവും, ഫിസിയോളജി ഉണ്ടാവും, ബയോകെമിസ്ട്രി ഉണ്ടാവും. നമുക്ക് ഫസ്റ്റ് ഇയറിൽ ഈ 3 സബ്ജക്ട്സ് ആണ് ഉണ്ടാവുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്, ഈ 3 സബ്ജക്ട്സ് ആണ് ഉണ്ടാവുക. ഇതിൽ അനാറ്റമി എന്ന് പറയുമ്പോൾ തന്നെ ഫസ്റ്റ് ഹെഡ് ആൻഡ് നെക്ക് തുടങ്ങിയിട്ട് ഹെഡ് ആൻഡ് നെക്ക് ഉണ്ടാവും. ന്യൂറോ അനാട്ടമി നമ്മൾ ബ്രെയിനിനെ കുറിച്ച് പഠിക്കാനുണ്ടാവും. തൊറാക്സ് ആൻഡ് അപ്പർ ലിംബ് ഉണ്ടാവും. അബ്ഡോമനും പെൽവിസും ഉണ്ടാവും. ലോവർ ലിംബ് ഉണ്ടാവും. എംബ്രിയോളജി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടായി വരുന്നത്, നമ്മുടെ എംബ്രിയോ സ്റ്റേജ് തൊട്ടുള്ളത് ഉണ്ടാവും. എംബ്രിയോളജി ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ ഹിസ്റ്റോളജി ഉണ്ടാവും. ഹിസ്റ്റോളജി എന്ന് പറഞ്ഞാൽ ഓരോ ടിഷ്യൂവിനെ കുറിച്ചിട്ട് ഓരോ സെല്ലിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് അതുണ്ടാവും. പ്ലസ് നമുക്ക് പിന്നൊരു ജനറൽ അനാട്ടമി എന്ന് പറഞ്ഞിട്ട് ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവും. അപ്പം ഇത്ര ടെക്സ്റ്റ് ബുക്സ് ആണ് നമുക്ക് അനാട്ടമിയിൽ, എൻ്റെ ഓർമ്മ വെച്ചിട്ടാണെങ്കിൽ അനാട്ടമിയിൽ നമുക്കുള്ളത്. അപ്പം ഈ ടെക്സ്റ്റ് ബുക്സ് ഒക്കെ ഈ കെട്ടിന് കാണുമ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ എന്താ ചെയ്യേണ്ടത് ആ ഒരു അവസ്ഥയിലായി പോകും. പക്ഷെ നിങ്ങൾ ആരും അതോർത്ത് ടെൻഷൻ അടിക്കേണ്ട. കാരണം ഓരോ സെഷൻസ് ആയിട്ട് ഡിസെക്ഷൻസ്, അനാട്ടമി പഠിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ ഫസ്റ്റ് പറയുന്നത്. അത് ഇന്നിപ്പോൾ നിങ്ങൾ ഡിസെക്ഷൻ്റെ ക്ലാസ്സിന് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് അപ്പർ ലിംബിൽ ഇത്ര മസിൽസ്, ഈ കൈ, ഈ കാല്, അല്ലെങ്കിൽ ഈ പാർട്ട് പഠിപ്പിച്ചെങ്കിൽ അത് തീർച്ചയായും നിങ്ങൾ വന്നിട്ട് ഇന്ന് തന്നെ റിവൈസ് ചെയ്ത്, റിലേഷൻസ് എന്ന് പറയും, നമ്മുടെ അടുത്ത് കൂടെ പോണ ബൗണ്ടറീസും പാസ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സിനൊക്കെ അത് നിങ്ങളൊരു നോട്ട് ഉണ്ടാക്കി വെക്കുക. ആ നോട്ട് നിങ്ങൾ ഒരു തവണ ഉണ്ടാക്കിയാൽ മതി. പിന്നെ നിങ്ങൾക്ക് ഇന്റേണലിന് വായിക്കുക, പിന്നെ നിങ്ങൾക്ക് അത് ഫൈനൽ എക്സാം, യൂണിവേഴ്സിറ്റി എക്സാമിന് വായിക്കുക. ആ ഒരു നോട്ട് മാത്രം മതി. പിന്നെ ടെക്സ്റ്റ് നമുക്ക് അത്ര ആവശ്യം പോലും വരില്ല. അപ്പം അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുക. അതാണ് അനാട്ടമിയിൽ പഠിക്കാൻ പറ്റുന്ന ഒരു രീതി. പിന്നെ അനാട്ടമി പഠിക്കുമ്പോൾ എന്താ നോക്കേണ്ടതെന്ന് വെച്ചാൽ, എഴുതി പഠിക്കുന്നതായിരിക്കും നല്ലത്. വായിച്ച് പഠിക്കുന്ന കുറച്ച് കഷ്ടപ്പാടാണ്. നമ്മൾ മാക്സിമം എഴുതി പഠിക്കുമ്പോൾ നമുക്കത് എക്സാമിന് നമ്മൾ താനെ എഴുതി പോകും. പിന്നെ ഒരു അനാട്ടമീൻ്റെ ടിപ്പ് അവസാനം ഞാൻ ആക്ച്വലി ആ വീഡിയോൻ്റെ അവസാനത്തിൽ പറയാവുന്നതാണ്, എക്സാമിന് എങ്ങനെ എളുപ്പമായിട്ട് സ്കോർ ചെയ്യാന്നുള്ളത്. അപ്പം അത് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് പറയാം. അപ്പം നിങ്ങൾ വീഡിയോ മൊത്തം കാണണം. ആൻഡ് ഇനി അനാട്ടമി എന്ന് പറയുമ്പോൾ കാണുമ്പോൾ നമ്മൾ പേടിക്കുമെങ്കിൽ പോലും പേടിക്കാനുള്ള സാധനം ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ. എന്നാലും ഡെയിലി പഠിക്കുമ്പോൾ അത്ര പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അടുത്ത സബ്ജക്റ്റാണ് നമ്മുടെ ഫിസിയോളജിക്കകത്ത് ഇതിൻ്റെയൊക്കെ പ്രാക്ടിക്കൽസ് വേറെ ഉണ്ട് കേട്ടോ. ഫിസിയോളജിക്കകത്ത് പിന്നെ പറയുമ്പോൾ ഒരു ഗീത അല്ലെങ്കിൽ AKG എന്നൊക്കെ പറഞ്ഞിട്ട് 2 ടെക്സ്റ്റോ അല്ലെങ്കിൽ ഒരു വലിയൊരു ടെക്സ്റ്റോ ആണ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ബോഡിയിൽ എങ്ങനെ ഫങ്ഷൻസ് നടക്കുന്നത്, ഓരോ സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻസ്, ഇതൊക്കെയാണ് നമുക്ക് ഫിസിയോളജിയിൽ പഠിക്കാനുണ്ടാവുക. ഇതും
എക്സ്ക്യൂസ് മീ, ഇത് നമുക്ക് വായിച്ച് പഠിച്ചാലും വലിയ കുഴപ്പമില്ല, ഇത് പഠിക്കണം നിർബന്ധമല്ല, ഇത് നമ്മൾ വായിച്ച് പഠിക്കുന്നതായിരിക്കും നല്ലത്. അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കി പഠിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പഠിക്കാൻ വേണ്ടിയിട്ട് 2 ബുക്സ് ഉണ്ട്, അതും ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് പറയുന്നതായിരിക്കും. ആൻഡ് അപ്പോൾ ഫിസിയോളജി അങ്ങനെ പഠിച്ചാൽ മതി. ടെക്സ്റ്റിൽ എല്ലാ ടെക്സ്റ്റും വായിച്ചൊന്നും പഠിക്കേണ്ട, എന്നാലും കാര്യം മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് എടുത്തിട്ട് ക്ലാസ്സിൽ എടുക്കുന്ന കറക്റ്റ് ശ്രദ്ധിച്ചിട്ട് പിന്നെ നമ്മൾ എക്സാമൊക്കെ അടുപ്പിച്ചാകുമ്പോൾ നമുക്ക് ആകെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കി പഠിച്ചാൽ മതിയായിരിക്കും. ഇനി അടുത്തത് പറയാനുള്ള ബയോകെമിസ്ട്രി. ബയോകെമിസ്ട്രി എന്ന് പറയുമ്പം ഒരു സംഭവമാണ്, വോളറ്റൈലാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം ക്ലാസ്സിൽ ചെല്ലുമ്പോൾ എല്ലാ ടീച്ചേഴ്സും പറയുന്നേക്കാം അനാട്ടമി വോളറ്റൈലാണ്, ഫിസിയോളജിയാണ്, ബയോകെമിസ്ട്രിയാണ്. പക്ഷെ ബയോകെമിസ്ട്രി എന്ന് പറയുമ്പം അത് റിയാക്ഷൻസ്, നമ്മൾ പണ്ട് ഫോട്ടോസിന്തസിസ് ഒക്കെ പഠിച്ചിട്ടില്ലേ, ഫോട്ടോസിന്തസിസ് അല്ല, അനേറോബിക് സൈക്കിൾസ് ഒക്കെ പഠിച്ചിട്ടില്ലേ, ആ ചെയിന് സൈക്കിൾസ്, അങ്ങനെ കുറേ സൈക്കിൾസ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വരച്ച് വായിച്ച് എഴുതി വീണ്ടും പഠിച്ച് ഫ്ലോ ചാർട്ട് ഉണ്ടാക്കി, അപ്പം അങ്ങനെയാണ് പഠിക്കാനുള്ളത്. അപ്പം അനാട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി കഴിഞ്ഞു. ഇത് 3ആണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. പിന്നെ ഇതിൻ്റെ പ്രാക്ടിക്കൽസ് എന്ന് പറയുമ്പോൾ നമുക്കത് അവിടെ പ്രാക്ടിക്കൽ ക്ലാസ്സസിൽ നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തന്നായിരിക്കും. പിന്നെ അനാട്ടമി പഠിക്കുമ്പോഴുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അനാട്ടമി നമ്മൾ ബോൺ പഠിക്കുമ്പം ബോൺ സെറ്റ് വെച്ച് തന്നെ പഠിക്കാൻ നോക്കുക മാക്സിമം. നിങ്ങൾക്ക് സീനിയേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഒരു 10 പേര്, ഞങ്ങൾ 10 പേരായിട്ടാണ് ഒരു ബോൺ വാങ്ങിച്ചത്, അപ്പോൾ ഒരാൾക്ക് 1000 വരുന്ന രീതിക്ക് ഒരു ബോൺ സെറ്റ് കിട്ടും. നിങ്ങളെ സീനിയേഴ്സ് മിക്കവാറും അങ്ങനെ കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പം അങ്ങനെ നിങ്ങൾക്ക് അനാട്ടമി പഠിക്കാൻ പറ്റുന്നതാണ്. ഫിസിയോളജിക്കായിട്ട് അങ്ങനെ പഠിക്കാൻ നമ്മൾ പ്രത്യേകിച്ച് ഒരു പ്രാക്ടിക്കൽ ബുക്ക് നമുക്ക് എന്തായാലും നമ്മളിപ്പം ഫിസിയോളജീൻ്റെ ഒരു പ്രാക്ടിക്കൽ ബുക്ക് വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ആൻഡ് ബയോകെമിസ്ട്രിക്ക് ആണെങ്കിൽ പ്രാക്ടിക്കൽ ബുക്കൊന്നുമില്ല, മിക്കവാറും നമ്മുടെ കുറച്ച് റിയാക്ഷൻസ് ഒക്കെ ചെയ്യാനൊരു ലാബൊക്കെയാണ്, അതൊക്കെ നമുക്ക് അവിടെ നിന്ന് കോളേജിൽ നിന്ന് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം ഇങ്ങനെയാണ് 3 സബ്ജക്ട്സ് പഠിക്കാനുള്ളത്. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പറയുന്ന 2 ബുക്സാണ്, ഒന്ന് സിസറോണും ഒന്ന് ലാൻറ്റേണും. അപ്പം ഇത് രണ്ടും പ്രീവിയസ് ഇയർ. സിസറോണിൽ വേറെ സ്റ്റേറ്റ്സിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്, പക്ഷേ ലാൻറ്റേണിൽ നമ്മുടെ സ്റ്റേറ്റിലെ 10 ഇയേഴ്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ, കുഹാസിൻ്റെ KHSൻ്റെ മാത്രമേ ഉള്ളൂ. അപ്പം ഇതാണ് ഈ 2 ബുക്ക് എന്ന് പറയുന്നത്. ആൻഡ് പ്ലസ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര ടഫൊന്നും അല്ല ഫസ്റ്റ് ഇയർ. നമ്മൾ വിചാരിച്ചാൽ പാസ്സാവാൻ പറ്റുന്ന കാര്യമുള്ളൂ. പിന്നെ നമ്മൾ ഇതിനായിട്ട് ഇരുന്ന് പഠിച്ചാൽ എത്ര പേര് പാസ്സായി പോകുന്നു, അപ്പോൾ എന്തായാലും പാസ്സായി പോകുന്ന കാര്യമുള്ളൂ. പക്ഷെ നമുക്ക് ആ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാൻ അറിയണം, അതാണ് മെയിനായിട്ടുള്ള കാര്യം. ആ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാൻ അറിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് എന്താ പറയുക, ഫസ്റ്റ് ഇയർ നമുക്ക് ആ ഒരു ഫ്ലോയിലോട്ട് നമ്മൾ ഇറങ്ങണം. കാരണം നമ്മൾ +1 +2 പോലെയല്ല, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു വേറൊരു ലെവലിലോട്ട് നമ്മൾ പഠിത്തം മുന്നോട്ട് പോവാണ്. അപ്പം അത് എന്നാലും നിങ്ങൾ ഇപ്പോഴേ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. ഞാൻ എന്നാലും നിങ്ങൾക്ക് ടെൻഷൻ ഒഴിവാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പം പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ കുറേ ടെലിഗ്രാം ഗ്രൂപ്പ്സിൽ നോട്ട്സും ടെക്സ്റ്റിൻ്റെ PDF ഒക്കെ കിട്ടും. അപ്പം നിങ്ങൾക്ക് പഠിക്കുന്ന കാര്യത്തിൽ ഏത് ടെക്സ്റ്റ് വേണം, അല്ലെങ്കിൽ നോട്ട്സ് വേണം, അല്ലെങ്കിൽ ചാർട്ട് വേണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്നെ DM ചെയ്താൽ മതി, ഞാൻ മാക്സിമം ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് പഠിക്കുന്ന ആപ്പിനെ ഡോക്ടറേറ്റ് സ്പ്രെപ്പ് മാരോ ഇങ്ങനത്തെ ഏതെങ്കിലും ആപ്പ് എടുക്കുന്ന ഡൗട്ടുകൾ ഉണ്ടെങ്കിലും എനിക്ക് DM ചെയ്താൽ മതി, ഞാൻ അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ശരി, ആക്ച്വലി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഹോപ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ്. അപ്പോൾ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പം ഇനി അടുത്ത വീഡിയോസിലേക്ക് കാണാം. അപ്പോൾ ശരി, ടാറ്റാ.